എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ മുട്ട ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മുട്ട ഉപയോഗിച്ച ശേഷം മുട്ടത്തോടൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുക അല്ലെങ്കിൽ വേസ്റ്റിലിട്ട് കളയുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലതൊക്കെ നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് മുട്ടത്തോട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ചധികം മുട്ടത്തോടുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോടുണ്ടെങ്കിൽ അതെടുക്കാം, അതല്ല കുറച്ച് ദിവസം പഴയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുട്ടത്തോട് എന്തിനാണ് ഉപയോഗിക്കാൻ പറ്റാമെന്ന് നോക്കാം. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ മിക്സി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോവാറുണ്ട്. അപ്പോൾ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാം. ഇത് മിക്കവർക്കും അറിയുന്നൊരു ടിപ്പായിരിക്കും. അപ്പം മുട്ടത്തോട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് ആ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടും. ആ മുട്ടത്തോടിൻ്റെ ആ ഒരു ചെറിയൊരു അരം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്ലേഡുമായിട്ടത് ടച്ച് ചെയ്യുമ്പോൾ ബ്ലേഡിനും നന്നായിട്ട് മൂർച്ച കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ അരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ മുട്ടത്തോട് പൊടിച്ചത് കൊണ്ട് നമുക്ക് വേറെ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലെ അഴുക്കുകൾ കളയാനായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ചെറുതായിട്ട് ആ സ്ക്രൂവിൻ്റെ ഭാഗത്തായിട്ട് അഴുക്കുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കളയാനായിട്ടും നമുക്ക് മുട്ടത്തോട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മിക്കവാറും ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറിൽ, ചട്നി ജാറിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ മെഴുക്കും അഴുക്കും കടഞ്ഞിരിക്കാറ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് മുട്ടത്തോട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ വെള്ളം നമ്മൾ ഈ മിക്സിയുടെ ചട്നി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് അത് പുറത്തേക്കൊക്കെ തെറിച്ച് അത് ശരിയായ രീതിയിൽ വർക്കാവില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ വീട്ടിൽ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് ആ ഡിഷ് വാഷിൻ്റെ കുറച്ച് ഒരു 2-3 ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ ഡിഷ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിഷ് സോപ്പിൻ്റെ ചെറിയൊരു അംശം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുത്താലും മതി. അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പതഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ ഡിഷ് സോപ്പ് ചേർത്തുകൊണ്ടാണ് അങ്ങനെ അത് പതഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഡിഷ് സോപ്പ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല പോലെ ഇത് ക്ലീനായി വന്നേക്കുന്നത്. ഞാൻ എക്സ്ട്രാ ഡിഷ് വാഷൊന്നും ഉപയോഗിച്ച് സ്ക്രബൊന്നും ഉപയോഗിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അത് നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ മാർഗ്ഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മുട്ടത്തോടിൻ്റെ പൊടി കൊണ്ടുള്ള ഉപയോഗങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഈ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറിയ ചെറിയ തരി പോലെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള പൗഡറാക്കിയും ഇത് പൊടിച്ചെടുക്കാം. ഞാൻ അത്ര സ്മൂത്താക്കി പൊടിച്ചെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നല്ലപോലെ നമ്മളിത് സ്മൂത്താക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടെ ചേർത്ത് മുഖത്തിടുകയാണെങ്കിൽ മുഖത്തിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒട്ടും സ്ക്രബ് ചെയ്യരുത്, മുഖത്ത് പാടുകളൊക്കെ വരും. സ്ക്രബ് ചെയ്യാതെ ജസ്റ്റ് അതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചത് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം നോക്കാം. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ ഫ്രൈ പാനൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. മിക്കവാറും ഫ്രൈ പാൻ്റെ ബാക്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറിലൊക്കെ വന്നിട്ടുണ്ടാവും. അഴുക്കുകളും ആ എണ്ണമെഴുക്കൊക്കെ ഉണങ്ങി പിടിച്ച് അത് നന്നായിട്ട് കട്ടിയുള്ള കറ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കളയാനായിട്ട് നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു സ്ക്രബ് എടുത്തിട്ടുണ്ട്. ആ സ്ക്രബിൽ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ടത്തോട് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മളൊന്ന് ഉരച്ച് കഴുകുവാണെങ്കിൽ നല്ല പോലെ അത് ക്ലീനായി കിട്ടും. അപ്പം ജസ്റ്റ് നമ്മളിതൊന്ന് ഇങ്ങനെ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അമർത്തി തേക്കുകയൊന്നും വേണ്ട, ബലത്തിൽ തേക്കുകയൊന്നും വേണ്ട. മുട്ടത്തോടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു ഗുണം കൂടി മുട്ടത്തോടിനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് ബലത്തിലൊന്നും ചെയ്യുന്നില്ല, വളരെ മൈൽഡായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മെറ്റൽ സ്ക്രബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മെറ്റൽ സ്ക്രബ് എടുക്കുമ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത് പാത്രങ്ങളിൽ പാട് വീഴും, പോറലേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ അടിഭാഗത്തായിട്ട് കോപ്പർ കോട്ടിങ് അല്ലെങ്കിൽ കോട്ടിംഗ് ഉള്ള ഭാഗത്ത് മാത്രം ചെയ്യുക. പിന്നെ ആ കളർ അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ ഉള്ള ഭാഗത്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും
നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് ഞാൻ അത്ര അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ പെയിൻറ്റ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ചെയ്തിട്ടില്ല. നടുക്കുള്ള ഭാഗത്ത് മാത്രം മൈൽഡായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അമർത്തിയൊക്കെ തേക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ ക്ലീൻ ആവും. ഞാൻ എക്സ്ട്രാ ഡിഷ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് മുട്ടത്തോടിൻ്റെ ആ പൊടി ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മുട്ടത്തോട് കൊണ്ടുള്ള അടുത്ത ഉപയോഗം നോക്കാം. നമ്മൾ വീട്ടിൽ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ ഈ മുട്ടത്തോട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവയ്ക്ക് നല്ല കാൽഷ്യം കിട്ടും. അതുപോലെ തന്നെ കോഴികളുടെയൊക്കെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് കന്നുകാലികളുടെയൊക്കെ വളർച്ചയ്ക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കോഴിത്തീറ്റയിൽ കാലിത്തീറ്റയിലൊക്കെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെടികൾക്കൊക്കെ നമ്മൾ മുട്ടത്തോട് മിക്കവാറും തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിലേ തന്നെ കേട്ടിട്ടുണ്ട്, വീട്ടിൽ മുട്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിച്ചിട്ട്, മുട്ടയുടെ തോട് പൊടിച്ചിട്ട് ചെടികൾക്ക്, പ്രത്യേകിച്ച് റോസ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഒത്തിരി നല്ലപോലെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പല്ലീനെ ഒടിക്കാനും നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ടത്തോട് പഴകിക്കഴിഞ്ഞാൽ പല്ലി അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോട് ഉണ്ടെങ്കിൽ മാത്രമേ പല്ലീനെ ഒടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല്ലീനെ ഒടിക്കാനായിട്ട് മുട്ടത്തോട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മുട്ടത്തോട് കൊണ്ടുള്ള പലവിധ ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.